മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആലപ്പുഴ നഗരസഭാ നേതൃത്വം ഗുരുതര അലംഭാവം കാട്ടിയെന്നാരോപിച്ച് LDF കൗൺസിലർമാർ ചെയർപേഴ്സൺ മോളി ജേക്കബിനെ ഉപരോധിച്ചു. നഗരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം നടത്തിയത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭാ നേതൃത്വം ഗുരുതര അലംഭാവം കാട്ടിയെന്നാരോപിച്ചാണ് ഇടത് കൗൺസിലർമാർ ചെയർപേഴ്സൺ മോളി ജേക്കബിനെ ചേംബറിൽ ഉപരോധിച്ചത്. നഗരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. LDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലാണ് LDF കൗൺസിലർമാർ ഉപരോധ സമരം നടത്തിയത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് VG വിഷ്ണു ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. പകർച്ചപ്പനികൾ വ്യാപകമായി നഗരത്തിലെമ്പാടും എല്ലാ വീടുകളിലും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ കുടുംബനാഥന്മാരും കുട്ടികളും ഒന്നും സ്കൂളിൽ പോകാൻ കഴിയാത്ത നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മുനിസിപ്പാലിറ്റി നോക്കുകുത്തിയാകെ നഗരസഭ ചെയ്യേണ്ടുന്ന പ്രാഥമികമായ ഉത്തരവാദിത്തങ്ങൾ ഈ കാര്യത്തിനകത്ത് നിർവഹിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപം ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, മഴയത്ത് മുമ്പേ ചെയ്യേണ്ട പരിപാടികളാണ്. പക്ഷെ ആ പരിപാടികൾ ഈ സമയത്ത് ഒരു തരത്തിലും നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. മഴക്കാലത്തിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങൾ പോട്ടെ, പക്ഷെ മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ നിലയിലൊന്നും പരിശോധന നടത്തി ആ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നിപ്പോ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗം നല്ല നിലയിൽ പര്യവസാനിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ആശംസിക്കുകയാണ്. കാര്യം അത്രമാത്രം പ്രയാസകരമായ നിലയിലുള്ള ഒരു അന്തരീക്ഷമാണ് നഗരത്തിനകത്തുള്ളത്. തുടർന്ന് വിവിധ ആവശ്യങ്ങളടങ്ങിയ മെമ്മോറാണ്ടം ചെയർപേഴ്സണ് കൈമാറി. പ്രതിഷേധത്തെ തുടർന്ന് ബ്ലീച്ചിംഗ് പൗഡർ, കുമ്മായം എന്നിവ 53 വാർഡുകളിലും അടിയന്തരമായി വാങ്ങി നൽകാൻ നിർദ്ദേശം നൽകി. 20-ാം തീയതി മുതൽ നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, സന്നദ്ധ സംഘടനകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ശുചീകരണം നടത്താനും ധാരണയായി. കൗൺസിലർ G ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായ രാജേന്ദ്രൻ, രശ്മി സനൽ, S ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു.